ഹലോ ഗേസ്, ഗെയിമർമാൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിറ്റ് എന്താടാ ഈ ഷിൻചൻ സ്കൂളിൽ പോകാതെ നിൽക്കുന്നത്? ഷിൻചനെ, നീ എന്താ സ്കൂളിൽ പോകാത്ത? ഫ്രാങ്ക്ലിൻ ബേയ്, ഈ വെക്കേഷൻ സമയത്താണ് സ്കൂള്. ഫ്രാങ്ക്ലിൻ ബേയ് എപ്പോഴും എൻ്റെ അടുത്ത് ഓരോ ചോദിക്കാടാ, നീ അത് ചെയ്താ, നീ എന്താ ഇത് ചെയ്യാത്ത, ഇതെന്താന്നൊക്കെ പറഞ്ഞു. ഫ്രാങ്ക്ലിൻ ബേയ്ക്ക് ഇവിടെ ഒരു പണിയുമില്ലേ? ഒന്നല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ബേയ്ക്ക് ഇത്രയും വയസ്സായില്ലേ? ഫ്രാങ്ക്ലിൻ ബേയ് ഇത്രയും പ്രായമായില്ലേ? എന്നിട്ട് ഫ്രാങ്ക്ലിൻ ബേയ് ഒരു പണിക്കും പോകത്തില്ല. ഫ്രാങ്ക്ലിൻ ബേയ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമോ നിൻ്റെ ചേട്ടൻ എന്താ ജോലിയെന്ന്. എനിക്ക് പറയാൻ പറ്റുമോ മൈക്കിൾ എന്നത്തെ ചിലവിലാണ് എൻ്റെ ചേട്ടനും ഞാനൊക്കെ ജീവിക്കുന്നതെന്ന്? പിന്നെ ഞാൻ എന്താ അവരുടെ അടുത്തൊക്കെ പറയണ്ടേ? എടാ ഷിൻചനെ, നീ എൻ്റെ അടുത്ത് ഞാൻ ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞാടാ. ശരിയാ, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, എന്നിട്ട് ഞാൻ ഒരു ജോലിക്കും പോവാതെ ഇവൻ്റെ കൂടെ കുഞ്ഞ് കളിച്ച് നടക്കുക. ശരിയാടാ ഷിൻചനെ, നീ പറഞ്ഞത് ശരിയാ. നീ എന്തായാലും പറയാൻ നന്നായി. ഇപ്പോൾ 2026 ഇനി ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാൻ പോവാം. അതെ ഗൈസ്, അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, സ്കിപ്പും ചെയ്യാതെ കാണും. അപ്പം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കട്ടെ. നീ പറയാൻ ശരിയാടാ ഷിൻചനെ, നീ പറയാൻ ശരിയാ. ഫ്രാങ്ക്ലിൻ ബേയ്ക്ക് ഇപ്പോഴെങ്കിലും ഒരു ബോധം വെച്ചല്ലോ. എടാ ശരി, നമുക്കെന്തായാലും മൈക്കിളിനെ വിളിച്ചിട്ട് ജോലി എന്തെങ്കിലും ചോദിക്കും. എടാ മൈക്കിളേ. എന്താടാ ഫ്രാങ്ക്ലിനെ, എന്താ? എടാ പിന്നെ ഞാൻ ഇത്രയും നാൾ നിൻ്റെ ചിലവിനായിരുന്നല്ലോ കഴിഞ്ഞത്. ഇനി ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പോവാം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി സെറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തോടോ നീ സ്വന്തമായിട്ട്? ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, നിനക്ക് ജോലി എങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഒരു ടൂറിസ്റ്റ് ബസ് എടുത്തായിരുന്നു. ആ ബസ്സിൽ ഡ്രൈവറില്ല. നിനക്ക് ആ ബസ്സിൽ ഡ്രൈവറാകാൻ പറ്റുമോ? സ്കൂൾ ട്രിപ്പൊക്കെ പോകാനാ. ഇന്ന് ഒരു വണ്ടർല വരെ പോകാനുണ്ടായിരുന്നു. നിനക്കാവാൻ പറ്റുമോ? ഡ്രൈവറായി? ഞാൻ ബസ് ഡ്രൈവറാ? നിനക്കെന്താ അത് പറ്റത്തില്ലേ? എടാ ബസ് ഡ്രൈവർ, എടാ ഞാൻ വേണമെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിന് വരെ ഞാൻ ജോലി ചെയ്യും. എടാ നീ സെപ്റ്റിക് ടാങ്ക് ക്ലീനൊന്നും ചെയ്യണ്ട, നീ ഡ്രൈവറാവാൻ പറ്റുമോയെന്ന് വെച്ചാൽ ഡ്രൈവറാവും. എടാ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഡ്രൈവറാവാം. നീ ആ ബസ്സും കൊണ്ട് പോവാ, ആയിട്ട് ഞാൻ വണ്ടർല ട്രിപ്പും കൊണ്ടുപോകാം പിള്ളേരെ. ആണോ? എന്നാൽ പിന്നെ ശരി, നീ ഉറപ്പാണല്ലോ. എന്നിട്ട് അവസാനം കാലുമാറ്റല്. എടാ ഞാൻ പറഞ്ഞ് മനസ്സിലാവത്തില്ലേ? ശരിക്കും ഞാൻ ഡ്രൈവർ ആവാടാ. ആണോ? എന്നാൽ പിന്നെ ശരി, ഞാൻ ബസ്സും കൊണ്ട് വരാം. എന്നാൽ പിന്നെ നീ ബസ്സും കൊണ്ട് പോവാ. നല്ല ബസ്സാണല്ലോ അല്ലേ? എടാ നല്ല ബസ്സാണ്, ഞാൻ എടുത്തതേ ഉള്ളൂ. ഞാൻ ഇന്നലെ എടുത്തതാ. എടാ ഇന്നലെ എടുത്തതാ? അപ്പോൾ ശരി, നീ എന്തായാലും ബസ് കൊണ്ടുപോവാ. ഇതാ വണ്ടർല ട്രിപ്പല്ലേ? അപ്പോൾ ശരി, നീ എന്തായാലും ബസ്സൊക്കെ കൊണ്ടുപോവാ. നല്ല ബസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രേക്കൊന്നും ഊരി വിട്ടിട്ടില്ലല്ലോ. എടാ നിനക്കെന്നെ വിശ്വാസമില്ലേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നീ എന്തായാലും ബസ് കൊണ്ടുപോവാ. പിന്നെ ഞാൻ മോഡിഫിക്കേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അധികമൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താ? എടാ ഞാനല്ലല്ലോ ടൂർ പോകുന്നത്, ഞാൻ ഡ്രൈവർ. അത് മോഡിഫിക്കേഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, നല്ല ബസ്സാണെന്ന് വിശ്വസിക്കുന്നു. നോക്കാം, നീ എന്തായാലും കൊണ്ടുപോയി. ഇന്നലെ എടുത്താന്നല്ലേ പറഞ്ഞത്? ഇന്നലെ. ഓക്കെ എടാ ഷിൻചനെ, എനിക്കൊരു ബസ് ഡ്രൈവറായിട്ട് ജോലി കിട്ടുകയാണ്. നമ്മുടെ മൈക്കിളാണ് നമുക്ക് ജോലി സെറ്റാക്കി തന്നു. നമ്മുടെ മൈക്കിൾ ഇന്നലെ പുതിയ ബസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്. അപ്പോൾ പിള്ളേരെ കൊണ്ട് നമ്മൾ സ്കൂൾ ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് വണ്ടർലയാണ്. ഇന്ന് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ അതേ രാവിലെ ഒരു 7 മണിയാണ്, 8 മണിക്കാണ് പോകേണ്ടതെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അവൻ ബസ്സും കൊണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ അവൻ ഇപ്പോൾ ബസ്സും കൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞു? ഇതുവരെ അവന് കണ്ടില്ല. ഇനി അവൻ എന്നെ വെറുതെ പറ്റിച്ചത് വല്ലതും ആണ്? പറ്റിക്കാൻ എങ്ങനെയാടാ? അത് പറ്റിച്ചതൊന്നും കാണത്തില്ല. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. സാധാ ബസ്സായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ജോലി ചെയ്യാനാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ മുട്ടി നിൽക്കുകയാണ് ഗൈസ്, നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഗൈസ്. അപ്പം നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഹെവി ലൈസൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ബസ് ഓടിക്കാൻ ലൈസൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ എടാ ഷിൻചനെ, നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഫ്രാങ്ക്ലിൻ ബേയ്, ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ബേയ് ജോലിയും ചെയ്യണ്ട. അല്ലടാ, അതൊക്കെ അല്ല. ഫ്രാങ്ക്ലിൻ ബേയ്, മൈക്കിളെല്ലാം വന്ന്. എന്താ മൈക്കിൾ വന്നോ? അതേടാ മൈക്കിൾ ബസ്സൊക്കെ കൊണ്ടുവന്നു. എടാ ഇത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല, കണ്ടോ? ഒരു സാധാ ബസ്. എടാ ഫ്രാങ്ക്ലിൻ, അതല്ലേ പറഞ്ഞത്, മോഡിഫിക്കേഷനൊന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോ ഇതിന്? എടാ എനിക്ക് ബസ് ഓടിക്കാൻ ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട്, അതോർത്ത് പേടിക്കണ്ട. അപ്പോൾ എവിടെയാണ് സ്കൂൾ ട്രിപ്പ് അല്ലേ? എന്നാൽ പിന്നെ നീ സമയം കളയണ്ട, വേഗം തന്നെ ആ സ്കൂളിൽ പോയി പിള്ളേരെയും കൊണ്ട് വണ്ടർലയിൽ പോകാൻ നോക്ക്.
എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും ബസ് ഓടിച്ച് കുറേ നാളായി, പണ്ടും കണ്ടും നമ്മൾ ഓടിച്ചാണ്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ബസ്സൊക്കെ ഓടിക്കാൻ അറിയാം ഗൈസ്. നമ്മളൊരു പ്രോ റൈഡറാണ്, നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ പ്രോ ഡ്രൈവറാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി സേഫായിട്ട് പുറത്തോട്ട് ഇറക്കാം. ഓക്കെ, നല്ല ബസ്സാണ്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മോഡിഫിക്കേഷനും കാര്യമൊന്നും ഇല്ല. നമുക്കെന്തായാലും ഒരു ദിവസം ഇതൊക്കെ ചെയ്ത് അകത്ത് മറ്റേ ലൈറ്റ് സെറ്റപ്പൊക്കെ ചെയ്യണം. എന്താണ് വണ്ടി ഇടിച്ച് കിടക്കുന്നത്? ഒരു ബൈക്കുകാരൻ വണ്ടി ഇടിച്ച് കിടക്കുക, ഇതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്, സർവ്വസാധാരണം. നമുക്കെന്തായാലും ഇതാണ് നമ്മുടെ ബസ്, ഒരു റെഡ് ബസ്സാണ്, നൈസ് ബസ്സാണ്. കണ്ടോ, അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. നമുക്കെന്തായാലും നമ്മൾ വണ്ടി കുറച്ച് സ്പീഡിൽ നമുക്ക് സ്കൂളിലേക്ക് വിടാം. ഓടാടാ സ്കിഡേ, കുഴപ്പമില്ല. നമ്മൾ വണ്ടി ഇടിക്കാതെ നോക്കിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മളാണെങ്കിൽ വണ്ടർലേ ട്രിപ്പൊക്കെ പോയത് ഇപ്പോൾ രാത്രിയായി, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഓക്കെ, ഇപ്പോൾ 12 മണിയായി. നമ്മൾ പിള്ളേരെ വണ്ടർലേ കൊണ്ടുപോയിട്ട് തിരിച്ച് സ്കൂളിൽ കൊണ്ട് പിള്ളേരെയൊക്കെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഒന്ന് പോയി കിടന്നുറങ്ങണം. പിള്ളേർക്കൊന്നും നമ്മുടെ ബസ് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഒരു ദിവസം എല്ലാം സെറ്റ് ചെയ്യണം. നാളെ നമുക്ക് 3 ദിവസത്തെ ട്രിപ്പാണ്, മൂന്നാറിലാണ് ട്രിപ്പ്. മൂന്നാറിൽ 3 ദിവസം. ഇന്ന് നമുക്ക് 1 ഡേ ട്രിപ്പായിരുന്നു, നാളെ നമുക്ക് 3 ഡേ ട്രിപ്പാണ്, 3 ദിവസത്തെ. അതുകൊണ്ട് എനിക്കൊരു മടിയുണ്ട്, പക്ഷേ നമുക്കെന്തായാലും കിടന്നുറങ്ങാം. ഓക്കെ, മടി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. 7 മണിക്കാണ് മൂന്നാറിൽ പിള്ളേരെ കൊണ്ടുപോയി നമ്മൾ സ്കൂളിൽ ചെല്ലേണ്ടത്. പക്ഷേ ഇപ്പോഴാണ് ഈ മണി 7:30 നമ്മളൊന്ന് ഉറങ്ങിപ്പോയി. അവിടുത്തെ പ്രിൻസിപ്പളാണെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ 10 തവണയെങ്ങാനും എന്നെ വിളിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഒട്ടും സമയം കളയാൻ പറ്റത്തില്ല, നമുക്ക് സ്പീഡിൽ പോകണം. നമ്മൾ ഉറക്കമൊന്നും ശരിയായിട്ടില്ല, ഉറക്കമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ 3 ദിവസത്തെ ട്രിപ്പാണ്, അതുകൊണ്ട് മടിയുണ്ട്. പക്ഷേ മടി നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്കെന്തായാലും വേഗം തന്നെ സ്കൂളിലേക്ക് വിടണം. പ്രിൻസിപ്പൾ എത്ര തവണയാണെന്നറിയോ എന്നെ വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലേ ഞാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ലൈക്കും ചെയ്യും, കമൻറ്റും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ പോവാം. ഓക്കെ, പോയി വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമുക്കെന്തായാലും സമയമില്ല, വണ്ടി പറപ്പിച്ച് തന്നെ വിടണം. പറപ്പിച്ചെന്ന് വെച്ചാൽ പറപ്പിച്ച് വിടണം നമ്മുടെ വണ്ടി. ഓക്കെ, പറപ്പിച്ച് വിടാം. നമുക്ക് ഒട്ടും സമയമില്ല, പ്രിൻസിപ്പൾ ഇതേ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, നമുക്കെന്തായാലും ഓവർടേക്കൊക്കെ ചെയ്ത് വിടാം. ഓക്കെ, എടാ വണ്ടി സ്കിഡേ ഓച്ചടാ സ്വാമി. ഞാനെങ്ങനെയാടാ ഇവിടെ കിടക്കുമായിരുന്നല്ലോ ഞാൻ. ഞാൻ രാവിലെ ട്രിപ്പ് പോയില്ലേ ബസ്സിൽ, അത് സ്വപ്നം കണ്ടാണോ? ഇപ്പം ഞാൻ ഇവിടെ കിടക്കുന്നു. മൈക്കിളിൽ ഞാൻ സ്വപ്നം കണ്ടാന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോൾ കൺഫ്യൂഷനായിരിക്കുമെന്ന് എനിക്കറിയാം. നീ സ്വപ്നം കണ്ടാവുന്നതല്ല, നീ സത്യത്തിൽ മൂന്നാർ പോകാനായിട്ട് നീ ബസ്സിൽ പോവായിരുന്നു. പിന്നെ നീ അവിടെ പോയിട്ട് വണ്ടി ഇടിച്ച് നീ തെറിച്ച് താഴോട്ട് വീണു. പിന്നെ അവിടെ പോയ വണ്ടിക്കാരോ നിന്നെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് ആശുപത്രിയിൽ പോയി. സ്വന്തം എന്നെ വിളിച്ച് അവിടെയുള്ള ആശുപത്രിക്കാർ, പിന്നെ ഞാൻ ചെന്ന് ഡോക്ടർ പറഞ്ഞത് നിനക്ക് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ബോധം പോയതേ ഉള്ളൂ, അത് നീ വീട്ടിൽ കൊണ്ട് കിടത്തിക്കോന്ന് പറഞ്ഞു. അവിടെ ആശുപത്രി സ്ഥലമൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെറിയൊരു വേനയൊക്കെ ഉണ്ട് നടക്കാൻ. അത് പിന്നെ നീ വീണതല്ലേ വണ്ടിയിൽ നിന്നൊക്കെ, ബസ്സെന്നൊക്കെ വീണതല്ലേ, അപ്പോൾ ചെറിയ വേനയൊക്കെ കാണും. അല്ലടാ, അപ്പോൾ എൻ്റെ ബസ്, എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, നീ ഇനി ബസ്സിനെ കുറിച്ച് അന്വേഷിക്കുകയും വേണ്ട, ഇനി ബസ് തൊടുകയും വേണ്ട, നീ ഇനി ഒരു ജോലിക്ക് പോവും വേണ്ട. എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, നീ ഇനി അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോ. എന്താ ഞാൻ ജോലിക്ക് പോകണ്ടെന്ന്? ബസ് എനിക്ക് തന്നെ ഞാൻ വീണ്ടും ജോലിക്ക് പോയിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, നിനക്കൊന്നും പറ്റത്തൊന്നുമില്ല, നീ ഇവിടെ ഇരുന്നോ, ഞാൻ നിനക്ക് ജീവിക്കാനുള്ള കാശ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ച് തരാടാ എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിനെ. അപ്പം ഞാൻ ജോലിക്ക് പോകണ്ടെന്നാണോ നീ പറയുന്നത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഞാൻ അത് തന്നെ പറയുന്നത്. അടങ്ങി ഒതുങ്ങി ഇരിക്കും, നിനക്ക് പറ്റുന്ന ജോലി കിട്ടുമ്പോൾ ഞാൻ തരാം. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.